ഒരു 25 days ഇവിടെ ഉണ്ടാവും. 25 days. അങ്ങനെ അതിൻ്റെ ഓക്കെ ഓക്കെ, ഞാൻ കൊടുത്തേക്കാം, അമ്മച്ചിട്ട് കൊടുത്തേക്കാം. ഞാൻ എന്നിട്ട് വിളിച്ചോളാം നിന്നെ കേട്ടോ. താങ്ക് യു. ഓക്കെ ഓക്കെ ഓക്കെ, ബൈ ബൈ. എന്താ വന്നതാ? പിന്നെ എപ്പോഴാ വന്നത്? 2 days ആയി. അതല്ലേ? 2 ദിവസമായി. എന്തൊക്കെയുണ്ട് പണ്ഡിറ്റ്? ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് കോയക്കട വിശേഷങ്ങൾ? എന്താ നല്ല വിശേഷം. ഹെൽത്ത് പിന്നെന്താ, അതൊന്നും കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോണ്. പിന്നെ എന്റെ യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര ഹോറിബിൾ ആയിരുന്നു. ഈ ഇതില് മറ്റേ എന്തിനാണ് ഞാന് ഹോറിബിൾ എന്ന് പറഞ്ഞാല് ഭയങ്കര കഷ്ടപ്പെട്ടു. ദോഹ ഒഴിക്കാൻ വന്നതേ, കാനഡയിൽ നിന്ന് ദോഹ നമ്മള് കൊച്ചി. അതെ അതെ അതെ. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാല് എന്തോ ടെക്നിക്കൽ പ്രശ്നം, ഫ്ലൈറ്റിന് 4 മണിക്കൂർ ഡിലേ. എന്റെ കോയക്കായിരുന്നു നരകിച്ചില്ലേ. അതെല്ലേ? അയ്യോ, അല്ല ആ പരിപാടിയെല്ലാം മാറും ഇനിയിപ്പോ ഉടനെ. അതെ ശരി, ഇനി പോണില്ലേ? ഇല്ല, അതല്ലാന്നേ, വേറെ പുതിയ സംവിധാനം വന്നിട്ടുണ്ട്. അതെ, അതായത് എലൻ മസ്ക് എന്ന് പറഞ്ഞിട്ടേ, എലൻ മസ്ക് കേട്ടിട്ടുണ്ട്. റസ്ക് അവിടെ റസ്ക് അല്ല കോയക്ക, എലൻ മസ്ക്. അല്ല, ഞാൻ ഇത് പറഞ്ഞപ്പോഴാ ഞാൻ റസ്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. നീ ഇങ്ങോട്ട് വന്നിരിക്കും, എനിക്ക് പെടലി ഒന്നാമത് യാത്രയുടെ എലൻ മസ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ബിസിനസ് മാൻ ആണ്. പുള്ളിയുടെ ഒരു കമ്പനി ഉണ്ട്, സ്പേസ് എക്സ് എന്ന് പറഞ്ഞിട്ട്. അല്ല ഏട്ടാ, ഈ സെക്സ് എന്നൊക്കെ പറഞ്ഞ ബിസിനസ് ആണോ? സ്പേസ് എക്സ് ആവശ്യമില്ല, നിന്റെ ഇപ്പോഴും നിന്റെ ചിന്തയും പ്രശ്നം മാറില്ല. അപ്പൊ സ്പേസ് എക്സ് എന്നാണ് പുള്ളിയുടെ കമ്പനിയുടെ പേര്. പുള്ളി ഒരു ടെക്നോളജി, ഒരു സംഭവം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, അതായത് സ്റ്റാർഷിപ്പ് എന്ന് പറഞ്ഞിട്ട്. അതായത് നമുക്ക് ഇനിയുള്ള യാത്രകളൊക്കെ, ഇനി ഇവിടുന്ന് നമുക്ക് അമേരിക്കയിൽ പോകാൻ വെറും 1/2 മണിക്കൂർ മതി. ഈ സംഭവം ഉണ്ടല്ലോ, നമ്മുടെ റോക്കറ്റ് ഒക്കെ പോണില്ലേ, റോക്കറ്റ് കണ്ടിട്ടില്ലേ നിങ്ങൾ? കാണാറില്ലേ റോക്കറ്റ്? അതുപോലെ സ്പേസിലേക്ക് ഇവിടുന്ന് ഈ സ്റ്റാർഷിപ്പ് ഇവിടുന്ന് ഒരൊറ്റ വിടലാണ്. ഭൂമി നമ്മുടെ ഗുരുത്വാകർഷണമുള്ള ആ സംഭവം വിട്ട് കഴിഞ്ഞാൽ ഈ സാധനം പിന്നെ മേളിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരൊറ്റ പോക്കാ. അവിടെ പോയിട്ട് ഇപ്പം നമുക്ക് അമേരിക്കയിലാണ് പോകണമെങ്കിൽ അവിടെ നിന്ന് നേരെ അങ്ങോട്ട് ലാൻഡ് ചെയ്യാം. 1/2 മണിക്കൂർ മതി. ഇപ്പൊ വേറെ കാനഡ ആണെങ്കിൽ കാനഡ, എവിടെയെന്ന് വെച്ചാൽ ഈ സംഭവം അങ്ങോട്ട് ലാൻഡ് ചെയ്യും. 1/2 മണിക്കൂർ കൊണ്ട് പരിപാടി കഴിഞ്ഞില്ലേ. ഭാവിയില് ഈ പിള്ളേരൊക്കെ സ്കൂളിൽ പോകും, നമ്മുടെ സ്കൂളിൽ നിന്ന് ടൂർ പോകണല്ലേ നമ്മുടെ ഈ. ഞാൻ അങ്ങോട്ട് ഇപ്പൊ പള്ളിയിലേക്ക് പോകാനുണ്ട്. കാണാട്ടാ, ശരി, കാണാം. വീട്ടിലേക്ക് പിടിക്കണോ? നമ്മളിപ്പോ എവിടെ പറഞ്ഞ ഓർത്തിയ ടൂറ്. അതായത് ഈ കുട്ടികളെ സ്കൂളിൽ നിന്ന് ടൂർ ഇങ്ങനെ കൊണ്ടുപോകണല്ലേ, അതുമാതിരി ഇനി ഇത് വളരെ ദൂരമല്ല. പിള്ളേരെ സ്കൂളിൽ നിന്ന് കൊണ്ടുപോകണ എവിടെ അറിയാമോ? ചന്ദ്രനില്, ചൊവ്വയിലേക്ക്, വ്യാഴനിലേക്ക്, അമേരിക്കയിലേക്ക്. കാരണം 1/2 മണിക്കൂർ മതി പോയി വരാന്. നമ്മൾ ഈ സ്റ്റാൻഡിലൊക്കെ നിൽക്കുമ്പോൾ അനൗൺസ്മെന്റ് കേട്ടിട്ടില്ലേ, ബസ്സിന്റെ കൊട്ടാരക്കര, അടൂർ, പന്തളം, ചെങ്ങന്നൂർ, തിരുവല്ല, ചങ്ങനാശ്ശേരി, കോട്ടയം വഴി എറണാകുളത്തിന് പോകുന്ന ബസ് പാർക്ക് ചെയ്തിരിക്കുമെന്ന് പറയുമാതിരി ഇനി അടുത്ത ഭാവിയിൽ വരാൻ പോണത് ഇങ്ങനെ ആയിരിക്കും. ഭൂമിയിൽ നിന്നും ചൊവ്വ, ബുധൻ, ചന്ദ്രൻ വഴി ശനിയിലേക്ക് പോകുന്ന സ്റ്റാർഷിപ്പ് ഇന്ന നമ്പർ ഇന്നടുത്ത് പാർക്ക് ചെയ്തിരിക്കണു. അടിപൊളിയായിരിക്കും. അതായി കഴിഞ്ഞിട്ട് വേണം, കുറച്ച് സ്ഥലമല്ല, ഞാൻ ചന്ദ്രനിൽ വാങ്ങിക്കാനുള്ള ഐഡിയ ഉണ്ട്. ചൊവ്വയിലും ചന്ദ്രനെ വാങ്ങാമേ. ഇനിയിപ്പോ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ നമുക്കിപ്പോ ഇവിടെ നിന്ന് പെട്ടെന്ന് പ്രളയം ഉണ്ടായി, അല്ലെങ്കിൽ എന്തെങ്കിലും ഭൂമികുലുക്കുണ്ടായി, നമുക്ക് നേരെ ഇവിടെ നിന്ന് അടുത്ത 1/2 മണിക്കൂർ മതിയല്ലോ അവിടെ തന്നെ പോവല്ലോ. നോക്കാം, കുറച്ച് പൈസയൊക്കെ സമ്പാദിച്ച് കരുതി വെച്ചോ. എത്ര രൂപ വന്നാലും വലിയ ചെലവൊന്നും വരില്ല. ഇത് ഇപ്പൊ ആദ്യം കുറച്ച് ഇതായിരിക്കും, പിന്നെ അങ്ങോട്ട് ഇതൊക്കെ വളരെ ചീപ്പാവും. നമ്മുടെ സാധാ പോലെ മെട്രോയിലൊക്കെ പോകുന്ന കാര്യമാണ്. ചകിരിയാവട്ടാ, എനക്ക് ഇതിപ്പോ ഒരു ചെറിയ കടയല്ലേ, ഇതൊന്ന് പൊളിച്ചു മാറ്റി വിപുലമായിട്ട് വലിയൊരു സൂപ്പർ മാർക്കറ്റ് വേണം. സൂപ്പർ മാർക്കറ്റ് ആഗ്രഹമാണ്. അതായത് ഉന്തുന്ന വണ്ടി ഉണ്ടല്ലോ, അതിങ്ങനെ എടുത്ത് എൻ്റെ ഇതെല്ലാം വന്ന സാധനം പാർക്ക് ഇത് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് എന്താ വേണം വെച്ചിട്ട് അങ്ങോട്ട് കൊടുക്കുന്ന അല്ല ഉദ്ദേശിക്കുന്നത്. സൂപ്പർ മാർക്കറ്റ് തുടങ്ങണമല്ലോ. സൂപ്പർ മാർക്കറ്റോ? ഇവിടെ നമ്മുടെ നാട്ടിലോ? പക്ഷേ എന്റെ ഒരു അറിവ് വെച്ച് നോക്കിയാലേ പറ, ഇനി സൂപ്പർ മാർക്കറ്റ് തുടങ്ങേണ്ടത് ഇവിടെ അല്ല, ചന്ദ്രനിലോ അല്ലെങ്കിൽ ചൊവ്വയിലോ അങ്ങനെയുള്ള ഏതെങ്കിലും സ്ഥലത്ത് വേണമെങ്കിൽ ഇപ്പം എൻ്റെ സൂപ്പർ മാർക്കറ്റ് തുടങ്ങാൻ. അല്ലാണ്ട് ഇവിടെ കിടന്ന് കെട്ടി തിരിഞ്ഞിട്ട് ഇനി കാര്യമൊന്നുമില്ല. എൻ്റെ ഒരു നിരീക്ഷണത്തിൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യങ്ങളോട് പറയാം. എലൻ മസ്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വലിയ ചങ്ങായി ഉണ്ട്. എലൻ മസ്ക്
മാസ്കിന്റെ കച്ചവടമല്ല പറഞ്ഞത്. എലൻ മസ്ക് എന്ന് പറഞ്ഞിട്ട് ചങ്ങായിണ്ട്. ഈ എലൻ മസ്കിന്റെ ഒരു കമ്പനി ഉണ്ട്, സ്പേസ് എക്സ് എന്നാണ് അതിന്റെ പേര്. എന്താണ് സ്പേസ് എക്സ്? പശുവാ? എന്നായി പറഞ്ഞു സ്പേസ് എക്സ്. സ്പേസ് എക്സ് ആ കമ്പനിയുടെ ഒരു പുതിയ ടെക്നോളജി, അത് ഈ എന്താണ് അതിന്റെ പേര്, സ്റ്റാർഷിപ്പ് എന്നാണ് അതിന്റെ പേര്. ബോട്ടൊന്നല്ല ചങ്ങായി, എന്തെന്നാ പറഞ്ഞ, അതൊരു കണ്ടുപിടുത്തത്തിന്റെ പേര് വലിയൊരു മനസ്സിട്ടതാണ്. പറയട്ടെ, സ്റ്റാർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് അമേരിക്കയിലേക്ക് പോകണമെങ്കിൽ എത്ര മണിക്കൂർ വേണം? 24 മണിക്കൂറൊക്കെ എടുക്കും. പോരെങ്കിലേ ഉള്ളോ. അപ്പോ ആ സ്ഥലത്തേക്ക് 1/2 മണിക്കൂർ കൊണ്ട് അങ്ങോട്ട് എത്തുന്ന എന്ന് പറയുമ്പോഴത്തേക്ക് എത്തേണ്ടോർത്തെത്തി. ആ രീതിയിൽ ഈ ഭൂമിയിൽ അങ്ങോട്ട് നേരെ സ്പേസിലേക്ക് അങ്ങോട്ട് പോവുകയാണ് വണ്ടി. അവിടെ നിന്നാണ് തീരുമാനിക്കുക ലണ്ടനിലേക്കാ പോകേണ്ടത്, അമേരിക്കയിലേക്കാ പോകേണ്ടത്, ഇന്ത്യയിലേക്കാ പോകേണ്ടത്, എവിടേക്കാ പോകേണ്ടത് അവിടെ നിന്നാ തീരുമാനിക്കണം. പിന്നെ അങ്ങോട്ട് ചെന്ന് ലാൻഡ് ചെയ്യലാ. തീരുമാനിച്ചിട്ടേ കാടെ നിൽക്കാം. 1/2 മണിക്കൂർ കൊണ്ട് അങ്ങോട്ട് എത്തും. ഇനി സ്കൂളിൽ നിന്നൊക്കെ നമ്മളെ പറയാം, കുട്ടികളെ ചന്ദ്രനിലേക്ക് വിടുണ്ടോ, ചൊവ്വയിലേക്ക് വിടുണ്ടോ, പൂണ്ട്. അപ്പൊ അടുത്ത വർഷം നെപ്റ്റൂണിലേക്ക് പോകാനുള്ള പദ്ധതി ഇതിന്റെ ഇപ്പൊ തന്നെ കാശുണ്ടാക്കിക്കോളിന്നൊക്കെയാണ്. അങ്ങനെയുള്ള സ്ഥലത്തേക്കാണ് ഇനി ടൂറൊക്കെ പോയി പെട്ടെന്ന് പോയി വരേ, ഒരു ദിവസം കൊണ്ട് പോയി വരാൻ സംഭവം. ആ രീതിയിലേക്കാവും ഇനിയുള്ള കാലം എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പൊ നമ്മളിപ്പോ KSRTC ബസ്സിലൊക്കെ ഇപ്പൊ നമ്മളവിടെ ചെന്ന് നിൽക്കുമ്പോ അങ്ങനെ പറയില്ലേ, നമ്മുടെ എറണാകുളം, ചാലക്കുടി, തൃശ്ശൂർ വഴി കോഴിക്കോട് പോകുന്ന KRR 32-40 അതൊന്നും ഇനി ഉണ്ടാവൂല. ഭൂമിയിൽ നിന്നും ചന്ദ്രനിലൂടെ ചൊവ്വ വഴി ശനിയിലേക്ക് എത്തുന്ന KR 32-45 മറ്റേ സ്റ്റാർഷിപ്പ് ഉടൻ തന്നെ സ്റ്റാൻഡ് വിട്ട് പോകണം എന്നൊക്കെ പറഞ്ഞ അവസ്ഥ. അല്ല, ഇത് എങ്ങനെയൊക്കെ ഇതെല്ലാം പഠിച്ചേ? അത് ഞാൻ പഠിച്ചു. നിങ്ങളെന്താ ചിരിച്ച്? അല്ല, സത്യം ഇതാണ് സത്യം, മനസ്സിലാക്കിക്കോളി. ചന്ദ്രനില് സൂപ്പർ മാർക്കറ്റ് തുടങ്ങാന്ന് പറഞ്ഞല്ലോ. അപ്പൊ തറേന്റെ ആവശ്യമില്ലല്ലോ. തറയുടെ ആവശ്യമില്ല, ഇജ്ജ അവിടെ ഉണ്ടല്ലോ. അല്ല, ഞാൻ ഉണ്ടാവും എന്തായാലും. അടപ്പരെ ഇപ്പൊ ദാമോട്ടറെ കൊണ്ട് കിട്ടുകാരൻ ദാമോരെ കൊണ്ട് ചെത്ത് കയറ്റി പറക്കൊക്കെ ചെയ്ത് പാറി പാറി കളിക്കുമല്ലോ, പോകൃത്ത് ആകർഷണ ഫലം. അത് ശരിയാണ് തേങ്ങായി. അതിന് അവിടെ അങ്ങനല്ല, അവിടെ ഈ ഏങ്ങറിൽ ഷർട്ട് തൂക്കിയിടുന്ന മാതിരിയാണ് പീടിയൊക്കെ തൂക്കിയിടുക. അങ്ങനെ മുകളിൽ നിൽക്കയ്യ സാധനങ്ങളൊക്കെ അങ്ങനെ ഒരു കനത്തിൽ കെട്ടി തൂക്കിയിട്ട് ഇങ്ങോട്ട് താഴ്ത്തിട്ട് ഇങ്ങോട്ട് ഇടും. അതേമാതിരി കാശൊക്കെ താഴ്ത്തി നിന്നിട്ട് അവർ ഇങ്ങനെ അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ നേരെ നമ്മുടെ മേശപ്പുറത്തേക്ക് എത്തും. സംഭവം നേരെ അതൊന്നും പറഞ്ഞോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഗുരുത്വാകർഷണം പറ ആരോടാ പറഞ്ഞേ. ഇതൊക്കെ മനസ്സിലാവണെങ്കിൽ ആദ്യം പത്രം വായിക്കണം, എന്നിട്ട് എന്നോട് സംസാരിക്കാൻ പാചോ ഈ ഒക്കെ. ചോദ്യങ്ങൾ ഞാൻ അങ്ങോട്ട് പോവാണ്. എന്തപ്പ ഞാൻ മേടിക്കാം. മറ്റേ ഒരു ഇത് കാട്ട്, ആ പേസ്റ്റ് കൂടി തിരിച്ചറിയാത്ത വേസ്റ്റ് ആണ് ഈ ഒക്കെ. തരും, കറക്റ്റാണ്, പൈസ കറക്റ്റാണ്. അറിവ് ഭയങ്കര സംഭവം, ഭയങ്കര അറിവല്ലേ ഇതില് നോളജ്. പഠിച്ചേ ഞാൻ ഇതെല്ലാം അങ്ങോട്ട് വിറ്റ് പറക്കിട്ട് എന്തായാലും തീരുമാനിച്ചു, എവിടത്തേക്ക്? ചന്ദ്രനിലേക്ക്. അതന്നെ എനിക്കല്ലേ.